ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു ദൂരയാത്രയിലാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് പോകണം, വില്ലേജ് ഏരിയയിലേക്ക്. പോണ വഴിയിലുള്ള വ്യൂണ് ഈ കാണുന്നത്. കുന്നും മലകളൊക്കെ ഇങ്ങനെ ആയി പരന്ന് കിടക്കുന്നുണ്ട്. കണ്ട പുക പോലെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. പുകഞ്ഞ് 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 മലയുടെ ഇടയിൽ കൂടെയൊക്കെ കുറച്ച് തണുപ്പുള്ള ഏരിയയിന്. ആദ്യം ഞങ്ങൾ വന്നിട്ടുള്ളത് ഉഗാണ്ട ഈക്വറ്റർ കാണാനാണ്. നമ്മൾ പഠിക്കുമ്പോഴല്ലേ പഠിച്ചിട്ടുള്ളത് ഭൂമധ്യരേഖ എന്നൊക്കെ. അപ്പോൾ ഉഗാണ്ടയിൽ കുറേ അത്ഭുതങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഉഗാണ്ട. ഒന്നാമതായിട്ട് നൈൽ നദിയുടെ ഉത്ഭവം ഉഗാണ്ടയിൽ നിന്നുള്ളത് എല്ലാവർക്കും ഒരു പുതിയ അറിവാണ്. ഈ വീഡിയോ കാണുന്നവർക്കും ഒരു പുതിയ അറിവായിരിക്കും. പിന്നെ ഭൂമധ്യരേഖ കടന്നു പോണത് ഉഗാണ്ടയിൽ കൂടിന്. അതിന് ഉഗാണ്ട ഈക്വറ്റർ എഴുതി വെച്ച് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർ. ചേട്ടൻ ഇപ്പം ഇങ്ങനെ കിടന്ന് ആടുന്നത് നോർത്ത് പോൾ സൗത്ത് പോൾ എന്നാണ് ഈ കാണിക്കുന്നത്. ആടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് നോർത്ത് പോൾ സൗത്ത് പോളിനെ. ഉഗാണ്ട ഈക്വറ്റർ എന്നുള്ള സ്റ്റാച്ചു റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട്. ഈ ഭൂമധ്യരേഖ കടന്നു പോണ ആ ലൈനിൽ രണ്ട് സൈഡിലുമായിട്ട് ഈ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉഗാണ്ടയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ക്രാഫ്റ്റ് ഷോപ്പുകളുണ്ട് ഇവിടെ. ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്പർ 1 ആണ് ഉഗാണ്ടൻസ്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന എല്ലാ സ്ഥലത്തും ഇതേപോലെയുള്ള കുറേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഏരിയ മൊത്തം ഈ ക്രാഫ്റ്റ് ഷോപ്പാണ്. നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റുകളാണ്. കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി മാസ്കുകൾ കാണാൻ പറ്റും പല വലിപ്പത്തിൽ. നമുക്ക് ഓരോ മാസ്കൊക്കെ എടുത്താൽ പൊങ്ങാത്ത അത്രയും വലിപ്പത്തിലൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മരത്തിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള മാസ്കുകളാണ് ഈ കാണുന്നത് മൊത്തം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവരെ ക്രാഫ്റ്റ് ഷോപ്പിൽ. നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ കൈകൊണ്ട് ചെയ്യുന്നത് എന്നാണ് വേറൊരു പ്രത്യേകത. ഇതിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ തന്നെ ഒരു നല്ലൊരു കഴിവ് ഉണ്ടാവണം. ഒരേ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടേ. വെറുതെ ഒന്ന് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പോലത്തെ ഒരുപാട് സാധനങ്ങൾ അവർ കൈകൊണ്ട് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഇതൊക്കെ എങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. ഒരു മെഷീൻ വെച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. അതേപോലെയുള്ള സാധനങ്ങളിൽ ഇതേ ക്രിസ്റ്റഡ് ക്രെയിൻ എന്ന് പറയുന്ന ഒരു ബേർഡാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഉഗാണ്ടൻ നാഷണൽ ബേർഡാണിത്. അപ്പോൾ ക്രിസ്റ്റഡ് ക്രെയിൻ്റെ തന്നെ ഒരുപാട് വലിപ്പത്തിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ഇത് മരത്തോണ്ട് ഉണ്ടാക്കിയ ബൗൾസ്, വോൾ ഹാങ്കർ, ഷുഗർ ബൗൾസ്. ഈ ബൗളൊക്കെ കണ്ട ഇത്രയും വലിപ്പമുള്ള ബൗളൊക്കെ ഹോട്ടലുകളിലേക്കൊക്കെ പറയുന്ന പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട് പോകും. നമ്മളൊന്നും വാങ്ങൂല ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ കൊത്തുപണി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്താ ഭംഗിന്ന്. ആ ബൗളിൻ്റെ സൈഡിലൊക്കെ കണ്ട നല്ല കനമുണ്ട് ബൗളുകൾ. അപ്പം ഇങ്ങനത്തെ ബൗളൊക്കെ ഇവിടെ ഹോട്ടലുകളിൽ വലിയ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ബൗളിലൊക്കെ അവർ ഫുഡ് നമുക്ക് സെർവ് ചെയ്യും. പറയുന്ന പൈസ കൊടുത്തിട്ട് ഹോട്ടലുകാരൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. ഈ ചെറിയ കുടുക്ക പോലത്തെയൊക്കെ ഷുഗർ ബൗള്, അതേപോലെ തന്നെ ടേബിളുകളിൽ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടേക്കാൻ പറ്റുന്ന പോലത്തെ കുഞ്ഞി കുടുക്കകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരത്തോണ്ട്. നല്ല ഭംഗിന് കാണാൻ. എന്തൊരു ക്യൂട്ടുന്ന ഓരോ സാധനങ്ങളും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും വാങ്ങിക്കാൻ തോന്നും. വില കേൾക്കുമ്പോൾ മാറിപ്പോകും നമ്മൾ. അതേപോലത്തെ വിലയിന് ഓരോന്നിനും. ഇതൊക്കെ കൊമ്പോണ്ട് ഉണ്ടാക്കിയ വളകളൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിങ്ങുമാണ് കാണാനായിട്ട്. കൊമ്പ് വെച്ച് ചെയ്യുന്നതാണ്. കൊമ്പോണ്ട് ഇവർ കുറേ സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പോലത്തെ. നമ്മൾ ആരും കണ്ടാൽ വാങ്ങിപ്പോവും. അതുപോലെ ഈ വളയൊക്കെ ഭയങ്കര വിലയിന് പറയുന്നത്. എന്താ ഭംഗി നോക്കിയാൽ കാണാനായിട്ട്. അതേപോലെ തന്നെ കൊമ്പ് വെച്ചിട്ട് വേറെ ഷോ പീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചീർപ്പ്. ഈ ചീർപ്പൊക്കെ കൊമ്പ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. സ്പൂണൊക്കെ കണ്ട നോക്കിയേ. ഷുഗർ ബൗൾസ്, ഗ്ലാസ്സുകൾ
ഗ്ലാസിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയാൽ കൊമ്പ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഇത്. പശുവിൻ്റെ കൊമ്പും വേറെ ഓരോ മൃഗങ്ങളെ കൊമ്പുകൾ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ. ഗ്ലാസ്സുകൾ, ഷുഗർ ബൗൾസൊക്കെ, ഗ്ലാസിൻ്റെയൊക്കെ ഫിനിഷിങ്ങും ഭംഗിയൊന്ന് നോക്കിയേ. കൈകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം തോന്നില്ല. എല്ലാതും വൈൻ ഗ്ലാസ്സുകൾ, കപ്പുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഷോ പീസുകളാണ് ഈ കാണുന്നത്. ഉഗാണ്ടൻ ഫ്ലാഗൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. കൊമ്പ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഷോപ്പിൻ്റെ ഉള്ളിൽ വെറുതെ ഒന്ന് നമ്മൾ കയറി നോക്കിയതാണ്. ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ ഒന്ന് കയറാൻ തോന്നും നമുക്ക്. ഭയങ്കര കൗതുകമാണ് ഓരോന്നും കാണാനായിട്ടേ. അത് എന്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ഭയങ്കര ഒരു ആകാംക്ഷയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നോക്കും. എവിടെ പോയാലും ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ കയറി നോക്കും. ക്രാഫ്റ്റ് ഷോപ്പിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ഒരു കടയുണ്ട്. അത് കാപ്പിപ്പൊടിയൊക്കെ വിൽക്കണ ഒരു കടയിന്. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു നല്ലൊരു ക്യൂട്ട് ബേബി ഉഗാണ്ടൻ കുട്ടി, ഭയങ്കര ക്യൂട്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഷോപ്പ് നടത്തുന്ന ഓണറെ മോളാണത്. ആ കുട്ടിയുടെ അമ്മീനെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കാപ്പിപ്പൊടി നമ്മൾ എന്തായാലും വാങ്ങും. ഉഗാണ്ടയിലത്തെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അത് എത്ര പൈസ ആയാലും വാങ്ങിക്കും നമ്മളത്. കുട്ടി നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര കളി, പല്ലൊക്കെ കാണിച്ചു തരുന്നു ചിരിച്ചിട്ട്. പല്ല് കാണിക്കാൻ പറയുമ്പോൾ പല്ലൊക്കെ കാണിച്ചു തരും. എന്തൊരു ക്യൂട്ടെന്ന് നോക്കിയ ഉഗാണ്ടൻ കുട്ടികളെ. മക്കൾക്ക് കാപ്പിപ്പൊടി വേണമെന്നും പറഞ്ഞിട്ട് മോൾക്ക് കാനഡയിലേക്ക് കൊണ്ടുപോകാനും കാപ്പിപ്പൊടി വേണമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ അത് നമ്മളെന്തായാലും വാങ്ങിച്ചു കാപ്പിപ്പൊടി. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി ചെറിയ വാവേനെ കണ്ടപ്പോഴേ. അപ്പോൾ അതിനെ കളിപ്പിക്കുക. അതിൻ്റെ അമ്മിനി നിൽക്കണത്. Established in 2015, but then we started opening for visitors just last year. So we're not really yet open to the public, but we allow people to come on appointment because we want to keep it low impact for the animals. If there's so many people, then the animals get stressed, and then also the visitors have a much less experience. So by having just a few people, you have a better experience, and also the animals are not so stressed. ഉഗാണ്ട ഈക്വറ്റർ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് CTC കൺസർവേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. കുറച്ച് ഉള്ളിലേക്ക് പോകണം കേട്ടോ. വില്ലേജ് ഏരിയന് റോഡൊക്കെ വളരെ വളരെ മോശമാണ്. ഇവിടേക്ക് എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ അടുത്ത് കാണാനും തൊടാനൊക്കെ പറ്റും ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതേ താഴെ സിംഹമൊക്കെ കിടക്കുന്നുണ്ട്. ഇവരെ കൂട്ടിലൊന്നല്ല ഇട്ട് അടച്ചു വെച്ചിട്ടുള്ളത്, ഇങ്ങനെ ഓപ്പണായി തുറന്ന് വിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് ഇവരെ തൊടാനൊക്കെ പറ്റും. അതിന് വേണ്ട ഗൈഡും ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രൻസ് ഫീ ആയിട്ട് ഇവർ വാങ്ങിക്കുന്നത് ഒരാൾക്ക് $130 പെർ ഹെഡ്. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. നമ്മളിപ്പോൾ മൃഗങ്ങളെ കാണാനായിട്ട് ഇറങ്ങാൻ പോണ്. ആദ്യം തന്നെ അതേ ഹൈനേനെ കാണാൻ പോണത്. ഹൈന താഴെ കാട്ടിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇവരെന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കി അതിനെ ഏനിപ്പിക്കും നമ്മൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാട്ടിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമാണ്. അപ്പോൾ അതേ ഓടി വരുന്നുണ്ട് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ. വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവരെന്തെങ്കിലും കഴിക്കാൻ കിട്ടാനെന്ന് വെച്ചിട്ട് ഓടി വന്ന് നിൽക്കണ നോക്കിയേ. ഒരെണ്ണം കൂടി ഉണ്ട്, അത് കാടിൻ്റെ ഉള്ളിൽ നല്ല ഉറക്കമാണ്, വരുന്നില്ല വിളിച്ചിട്ട്. നമ്മളെ നോക്കി നിൽക്കണ് മേലേക്ക്. അതിനെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. Maybe you can name him. Vegetarian. This one is vegetarian. അത് വെച്ചരുമ്പോ You also want? mine is small head. It's okay, no problem.
biting. No biting, just small scratch. I catch here. You can touch. Ayyo, so cute. Kichamani. Yes. Name. He doesn't have a name, but it's a Kichamani. Fiji custard iguana. Kichamani. Kichamani. Yeah. Kichamani is a long Kichamani. name. Kichamani. Kichu. Oh, Kichumani. Kichu. Just kichu. Okay. Okay. അയ്യോ അതെരിക്കുന്നു നോക്കിയേ. Can I put on my shoulder? He'll scratch you. It's better on the hand. all these has it. യെസ്. That's something. More thing. പേര് വെച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ചെന്നിട്ട് അവനൊരു പേരിട്ട് കൊടുത്തു, കിച്ചു എന്ന്. കണ്ണൻ്റെ തലയിൽ ഇതേ തൊപ്പിയുമ്മ കയറിയിരിക്കുന്നുണ്ട് കിച്ചു. താഴെ വിട്ട് കഴിഞ്ഞാൽ ഓടി പൂന്നറിയിനെ പിടിക്കാൻ കിട്ടില്ല. കിച്ചു You. ഇവിടെ ദേ ആമകളും കോഴികളും ഉണ്ട്. ഈ കോഴികളെ വളർത്തുന്നത് ഇവിടുത്തെ സിംഹത്തിനും മറ്റുള്ള ജീവികൾക്കൊക്കെ തിന്നാനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സിംഹത്തിനൊക്കെ 2 കോഴി വെച്ചിട്ടാണ് കൊടുക്കാമെന്ന് പറഞ്ഞു, 2 നേരം. ചെറിയ സിംഹങ്ങൾക്കൊക്കെ ദിവസേന രാവിലെ 2 കോഴി, വൈകിട്ട് 2 കോഴി. Eddie. Eddie. Tell me. Eddie boy. Eddie, come. He's hearing the food inside. So he was just മൂത്രം വെച്ചാ അമ്മ റെയിലോർക്ക് ഒച്ചെടുക്കണ്ട കിട്ടിയ ആമ കാണുന്ന പോലെയല്ല കേട്ടാ. കയ്യിലെടുത്ത് പിടിച്ച് കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഭാരം. ഒറ്റയ്ക്ക് എടുത്ത് അധികം സമയം നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റൂല ഭാരം കൊണ്ട്. പിന്നെ ഈ ആമയ്ക്ക് 60 വയസ്സായി എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ കുറേ ആമകൾ ഇവിടെ ഉണ്ട്, പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നുണ്ട്. വിച്ച് ഫുഡ് ഈസ് ദിസ്? it's just pellets. Pellets. But even the zebras like, so we give them some time. Pellets. തൊപ്പിയൊന്ന് മുകളിലേക്ക് വെച്ചാ മുത്ത് അതന്നെ. ഈ ഫുഡ് കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എത്തിക്ക് പോകാൻ പറ്റും. എനിക്ക് പേടിയായിട്ട് ഞാൻ പേടിച്ചാണ് അടുത്തേക്ക് പോയത്. അടുത്ത് ചെന്നപ്പോൾ വലിയ പ്രശ്നക്കാരൊന്നല്ല. ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ നോട്ടം മുഴുവൻ ഫുഡ് മലിക്കിനി. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനും അവരെ തൊടാനൊക്കെ പറ്റും കേട്ടോ, ഫുഡ് കയ്യിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഫുഡിൻ്റെ പാത്രം പിടിച്ച് കഴിയുമ്പോൾ അടുത്തേക്ക് ചെല്ലാനുള്ളൊരു ചാൻസാണ്. കൊട്ടയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി. ഇപ്പം മോള് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും കേട്ടോ എപ്പോഴും. കൊട്ട മാറി 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 ഓരോരുത്തരെ കയ്യിൽ കൊടുക്കും അവർ. ഈ ഫുഡ് കൊണ്ടുവരുന്ന ആളെ അവർ നമ്മുടെ അടുത്തുണ്ടാവും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അടുത്ത ആളെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അടുത്ത ആൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇതേ തന്നെ ഇപ്പം മോള് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശെ തിന്നുള്ളോ കണ്ട. അയ്യോ തിന്നണൊക്കെ എങ്ങനെയുണ്ട്? വെറുതെ പിടിച്ചാൽ മതി.
ഇതിനോട് കടി എന്നിട്ടേ ഇവനോടുക്ക് Maybe he's not so hungry anymore. Maybe full. അതിനെ കൊടുത്താൽ അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. കുഞ്ഞുഷാടാ വരുന്നുണ്ട് പതുക്കെ തിരിച്ചിട്ട് പക്ഷേ കൊമ്പോണ്ട് പിടിച്ച് കോന്തി വയ്ക്കും ചിലപ്പോ ഒച്ചിണ്ടാക്കണം അത് അടുത്തേക്ക് പോകും ഈ പേടി കൊമ്പോണ്ട് ഭക്ഷണം മാത്രം തിന്നാ പോരേട്ടാ പോസേ Don't be shy, Don't be there. No ears, no? But you can touch me. Anywhere but the ears, no. Ears, he doesn't like sense. എടിയുടെ കൂടെ ഫോട്ടോ എടുത്താടി അപ്പുറത്തുനിന്ന് എടുക്ക് വാലും ഇത്ര നീള കിച്ചു 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 നെയിം സെറിമണി കിച്ചു 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 ഇവിടെ കുറച്ച് ബേർഡ്സ് ഉണ്ട് പാരറ്റ്സ് ദിസ് ഈസ് ആഫ്രിക്കൻ പാരറ്റ്സ് ഹൗ മെനി ആർ ദർ 7 They are arguing. One wants the box, the other one doesn't want to keep the box. Oh, inside. Small one. Come out. Yeah. Hello? ഈ ടോർട്ടോയ്സ് ഈ ആമ 50 വയസ്സായതാണ് കേട്ടാ. ഓക്കെ, നല്ല ഭാരമുണ്ട്, നമുക്ക് എടുത്ത് പൊക്കാനൊന്നും പറ്റൂല ഇവരെ. ഒരെണ്ണത്തിനെ തന്നെ പൊക്കിയിട്ട് മതിയായി എനിക്ക്. ഇത് 50 വയസ്സായ ആളുണ്ട്. വേറെ ആൾക്കാരൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഉണ്ടാ 100-ത്തിലധികം ഉണ്ടെന്നാണ് പറയുന്നവർ പല സ്ഥലത്തായിട്ട്. ഇവർ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഈ ഗ്രാസാണ്. ഇവിടെയുള്ള പുല്ല് മാത്രമാണ് ഇവർ കഴിക്കുന്നത്. കാബേജിൻ്റെ ഇല, ഇവിടുത്തെ പുല്ല്, ക്യാരറ്റ്. 100-ലധികം ആമകൾ ഇവിടെ ഉണ്ട്. 50 വയസ്സായ ആൾക്കാരെ കണ്ട എത്ര വലുതാ. ഇതാണ് ഇവിടെ വെച്ച് ഏറ്റവും വലിയ ആമ. 60 വയസ്സ് കഴിഞ്ഞ ആളിനത്. ഓക്കെ, അപ്പാപ്പനായി. 60 വയസ്സായ അപ്പാപ്പനാണ് ഈ കിടക്കുന്നത്. 1 വയസ്സായ മുതലക്കുട്ടികളിന് ഇതൊക്കെ. Yeah, it can bite, but if you hold like the way I'm holding, it doesn't bite. You want to hold now? Or you're scared? ഫൈറ്റിങ്. Or you can maybe just touch as I hold it. You want to hold like me? You could just touch like this and they take one. Small one biting. Yes, they have to use it. Oh. Like a needle, small You get small wound, but it can pain. pain. കണക്കായി പിടിക്കണ്ടേ കൈ പിടിക്കാൻ പറ്റും. കടിക്കുന്നു പറയുന്നു. You want to try? Okay. So, put your thumb here, but don't squeeze hard. If you're scared, he can also tell us. Okay. So maybe it's okay with it. No. Leave it.
He's very strong. 8 months. These are the babies of those big ones you've been seeing. നമ്മൾ നേരത്തെ കണ്ട ആമേര കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ. So 8 months, then 3 years old. This one 3 years old. This one 8 months. Yes. Babies. Babies. Oh. See small one. So many here. എന്തോരാ കിടക്കണ്. നിറയെ. ആ Someone take a മൂലയിലൊക്കെ photo ഉണ്ട് of കേട്ടാ. Papa. Someone take a photo of Papa. 3 വയസ്സായ ആളിന് ഇത് കേട്ടാ. തല എവിടെ? തല എടുക്ക്, തല കാണിക്കുകയെന്ന് ഫോട്ടോയിൽ വീഡിയോയിലൊക്കെ വരാനായിട്ട്. 8 മാസമായ കുട്ടി തല കാണിക്കൂ. If we live outside, birds can take 3 months. 3 months. No, it is 3 months. No, these ones are 8 months. 8 months. So they were born 8 months ago. They grow slowly. ഇത് എന്ത് ടൈപ്പ് പൂച്ചിന്? സബോ കാറ്റ്സ്. 2 എണ്ണമുള്ളോ? ദേ ഒന്ന് അവിടെ കിടക്കണ്. ആ ഇത്ര വലിയ പൂച്ചിൻ്റെ ദേ ഒരെണ്ണം അവിടെ കിടക്കണ്. ആ ഒന്ന് അവിടെ കിടക്കുന്നുണ്ട്. കണ്ട ഇന്നത്തെ വന്നാ അല്ലേ ഒരാൾ ഓടുന്നു. ഫോട്ടോ എടുക്കുന്ന പറഞ്ഞപ്പോ വായോ വായോ. പൂച്ച. മാറിക്കോ. കണ്ണന് പേടിയാവുണ്ട് തൊടാൻ. കുഞ്ഞു കുട്ടി. You another person? Maya? Mayo? This one, Mayo. Elimu banget. Okay, Mama smile. Nice, nice. Mama, you can touch? My zebras are okay, guys. Okay. Okay, next. Salam one. Papa. Aha, mujhe ufanye. Yeah. How old is her? 7 months. Now this, how can we adopt the new? You just talk to Thomas and he tells you how. Names this one? So we give some food, Names. some money to for Yes. that. Eh? Kirtan, Ah. Sansa, Sansa, yes, Namrata, and Namrata, then Neil, Neil. yes.
Then Drove is the other one who you took pictures with. Enkundi zimala banga. One of the friends, as they were eating, one of the friends grabbed her tail by mistake. Yeah. Zimala banga. All are sleeping. Like 15 years. 15 years. Yes. But only in captivity. In the wild, like 7 years. Wangaziwana, Zifa. മുത്തതേ പാമ്പിനെ കൈ പിടിച്ചിട്ടുണ്ട്. going. Going in. She's exploring. Egg eating snake. It's eggs. No, she's just Egg eating snake. Ah. she eats eggs like Oh. but in nature, like they eat weaver bird eggs or dove eggs. Eggs which are small. Like Birds eggs. Small eggs. Not a python. a small one. Yeah. Maybe it could be one of these. He's this size. His name is Coconut. Coconut. What's her name? This one is Daisy. Her name is Daisy. അതേ നാവ് പുറത്തേക്ക് ഇടുന്നു. താഴെ വീഴു പഴഞ്ഞിട്ട് കണ്ണാ. You see going up. She doesn't know that she's falling. She's just looking for exploring. She feels like what is will be softer. അച്ചേരെ കയ്യിലിരിക്കുന്നു ഇനി. ഭയങ്കര ചെറുത് കുഞ്ഞി തല. കളറ് നോക്കിയേ, കറുത്തിരിക്കുന്നുണ്ട്, ബ്ലാക്ക് കളറായിട്ട്. എഗ് ഈറ്റിംഗ് സ്നേക്ക്. You can touch, Mama. You can touch like this. ഇവിടെ തന്നെ വേറെ ആൾക്കാർ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട. പാമ്പ് അരക്കൊമ്പുമ്മ ചുരുണ്ട് കിടക്കുന്നുണ്ട്. കെമിലിയൻ, സ്മോൾ വൺ, ക്യൂട്ട് കെമിലിയൻ. അയ്യോ കയറിപ്പോണു. എവിടേക്ക് പോണു? ഭയങ്കര കുഞ്ഞില്ലേ? അമ്മ മറന്നു മാറ്റി. Attention sometimes. Oh, hi, hi. Can I also do that? She'll bite. Hi. Genetic cats. പൂച്ചിന്നറിയില്ലേ? വേറൊരു ടൈപ്പ് പൂച്ച. ഓ, എന്തൊരു വലിയ പൂച്ചയാണ്. In northern Uganda, Karamoja. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു. Just put your hand like this. Maybe he will rub, maybe he won't. എന്ത് പൂച്ചിനിത്? ഞാൻ കണ്ടിട്ടില്ലേ? ഇതിനെ കണ്ടില്ല. Yeah, he's like a typical cat. They cry for attention. When you give attention, they don't want anymore. ഇവിടെ ഒരു വലിയ മുതല കിടക്കുന്നുണ്ട്. 90 വയസ്സായ ആളിന് ഈ കിടക്കുന്നുണ്ട്. 1000 കിലോ തൂക്കണ്ടെന്നാണ് പറയുന്നതിന്. എടുക്കണ നോക്കിയേ. 90 years old. തൊണ്ണൂറ് വയസ്സായ ആള് ചില്ലറക്കാരനല്ല കേട്ടാ. 3 ആൾക്കാരെ പിടിച്ച് തിന്നിട്ടാണ് ഈ കിടക്കണ്.
അത് കാരണം ഇപ്പോൾ ഇങ്ങോരത്തേക്ക് ആരും പോവില്ല, ദൂരെ നിന്നിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. വെറുതെ അല്ല 1000 കിലോ ഒക്കെ ആയി കിടക്കണത്, 3 ആൾക്കാരൊക്കെ തിന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഉഗാണ്ട കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.